ഷാക്കിർ, നിങ്ങൾ ഇക്കാര്യത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ആരെയാണ് സംശയിക്കുന്നത്? CPM ആണ് എന്ന് പറഞ്ഞാൽ പോരാ, CPM-നകത്തു നിന്നും ആര് ചെയ്തു എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? ഇത് ഞങ്ങളുടെ ബഹുമാനരായ നേതാക്കന്മാർ ഏപ്രിൽ 25-ാം തീയതി തന്നെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആരോപണത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് കാസിമിന് നീതി ലഭ്യമാകുന്നതുവരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ശക്തമായ നിയമ പോരാട്ടം തുടരുമെന്നാണ് അന്ന് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഇന്നും ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. ഇപ്പോൾ മുഹമ്മദ് കാസിം നിരപരാധിയാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കൃത്യമാവേണ്ടതുണ്ട്. ഇവിടെ മറ്റു പലരും സൂചിപ്പിച്ചല്ലോ, ആരാണ് ഇതിലെ കുറ്റവാളി? നമ്മൾ ആരെയെങ്കിലും സംശയത്തിൻ്റെ നിഴലിൽ എന്തെങ്കിലും പേരുകൾ വിളിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ കൃത്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്താൽ അത് ആര് എവിടെ പോസ്റ്റ് ചെയ്തു, അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിയാൽ തന്നെ മറ്റാളുകൾ ഷെയർ ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് എടുത്ത് ഷെയർ ചെയ്തെന്നൊക്കെ അറിയാൻ കഴിയും. അമ്പാടി ബുക്ക് സഖാക്കൾ എന്നുള്ള CPM-ൻ്റെ സൈബർ പേജിൽ വന്നിട്ടുള്ളൊരു സംഗതി, KK ലതിക എന്ന് പറയുന്ന മുൻ MLA അവരുടെ ഫേസ്ബുക്ക് വാളിൽ പോസ്റ്റ് ചെയ്തത് ഈ അടുത്ത ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കി ഇതുവരെ നീക്കം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവരെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്താൽ CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് കൂടെ കിടക്കാൻ സഹധർമ്മിണിയെ ജയിലിൽ അന്വേഷിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെങ്ങനെയാണ് ഷാക്കിർ നിങ്ങൾക്ക് പറയാനാകുക? ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു, KK ലതിക ഷെയർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇത് ഹാക്ക് ചെയ്തു എന്നാണ് അവർ പറഞ്ഞതായി പോലീസ് പറയുന്നത്. നമുക്ക് വ്യക്തതയില്ല. ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും KK ലതികയുടെ പോസ്റ്റുകൾ അതിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം എന്നാൽ അത് അല്ല, ഞാൻ ചോദിക്കുന്നത് ഷെയർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കുറ്റം എന്നുള്ളതാണോ നിങ്ങൾ കാണുന്നത്? ഇതിന് യഥാർത്ഥ അഡ്മിൻ ആരാണെന്ന് അന്വേഷിക്കണ്ടേ? ഏത് ഗ്രൂപ്പിലാണ് വന്നത്? ആരുടെ ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്ത ഇത് ഏതെങ്കിലും ഒരു സൈബർ സഖാവല്ല, മറിച്ച് ഉത്തരവാദപ്പെട്ട CPM ജില്ലാ സെക്രട്ടറിയും അവിടുത്തെ മുൻ MLA-യുമാണ് അവരുടെ സ്വന്തം പേജിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഇവർക്ക് കിട്ടിയ സ്ഥലം ഉണ്ടാവുമല്ലോ. എവിടുന്നാണ് കിട്ടിയെന്ന് ഇവരെ മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ കൃത്യമായി ഇതിലെ കുറ്റവാളിയെ പിടിക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ് പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം നടത്താത്തത്? ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ പോലീസ് എത്ര ഈ അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമം നടത്തിയാലും കാസിമിനെ കുറ്റവിമുക്തനാക്കി ഇവർ അഫിഡവിറ്റ് കൊടുത്താലും ഈ കുറ്റവാളി എത്ര ഉന്നതനായാലും ശരി CPM-ൻ്റെ ഒരു സംരക്ഷണത്തിനകത്തും ഇവരെ നിർത്താൻ സാധിക്കില്ല. നീതിന്യായ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരാണ് നമ്മൾ. ഏതറ്റം വരെയും നിയമപരമായ പോരാട്ടം നടത്തി ആ കുറ്റവാളികളെ ജയിലിൽ അടക്കുന്നത് വരെ. പ്രത്യേകിച്ചും ഇതൊരു തെരഞ്ഞെടുപ്പ് വിജയപരാജയത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കണ വർഗീയ ലഹളയുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ, ഇത് ഷെയർ ചെയ്തത് അത്ര വലിയ തെറ്റാണോ? 153 അതിന്റെ ഗൗരവം കുറച്ചു കണ്ടതല്ല ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥ പ്രതികളിലേക്ക് ആദ്യം എത്തണമല്ലോ. ഇതിന്റെ അഡ്മിൻ ആരാണെന്ന് അറിയണം. ഇതിനകത്ത് ഒരു കള്ളപ്പേരുണ്ടാക്കി വളരെ ഈസിയല്ലേ എത്താന്? വളരെ ഈസിയാണല്ലോ. ഇപ്പോൾ അമ്പാടി ബുക്ക് സഖാക്കൾ എന്നുള്ള പേജ് ഇപ്പോൾ കാണാനില്ല, ഇതുവരെ ഉണ്ടായിരുന്നു. അത് ഇവർ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ KK ലതിക എന്ന് പറയുന്ന നമ്മുടെ മുൻ MLA ഇപ്പോഴും ഉണ്ടല്ലോ. അവർക്ക് എവിടെ നിന്നാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് കിട്ടിയത് ചോദിച്ചാൽ പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവരെ ചോദ്യം ചെയ്താൽ മനസ്സിലാവുമല്ലോ. അതെന്താ ചെയ്യാത്തത്? അപ്പോൾ ഇത് ഉറപ്പാണ്. നേരത്തെ ശ്രീമതി KK രമ സൂചിപ്പിച്ചതുപോലെ CPM ഇത് ആദ്യത്തെ സംഗതിയല്ല. ലവ് ജിഹാദ് CPM-ൻ്റെ പ്രമുഖ നേതാവ് അച്യുതാനന്ദന് കൊണ്ടുവന്നിട്ടുള്ള ആരോപണമാണ്. അതുപോലെ തന്നെ മാഷാ അല്ലാഹ്, നിങ്ങൾക്കറിയാം TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് ഇവർ വഴി തിരിച്ചിടാൻ കലാപമുണ്ടാക്കാൻ പോലും ശ്രമം നടത്തിയത് നമുക്കറിയാവുന്നതാണ്. ഫസലിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കർച്ചീഫ് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് CPM-കാരാണ്. അങ്ങനെ നമുക്ക് ഇവരുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ ഇവർക്ക് രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ CPM കേരളത്തിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായി പറഞ്ഞത്. ഈ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച CPM-ൻ്റെ എല്ലാ സമീപനങ്ങളുടെയും വിളവെടുത്തിട്ടുള്ളത് BJP-ആണ്. ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ റിസൾട്ട് പരിശോധിച്ചാൽ ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും എവിടെ നിന്നാണ് BJP-യിലേക്ക് വോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഹൈന്ദവ സമുദായത്തിലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ടുകളാണ് കൂടുതലും BJP-യിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? CPM കൃത്യമായി അജണ്ട വെച്ചത് ഈ വർഗീയ ചേരിതിരിവിലൂടെ, പ്രത്യേകിച്ച് വടകര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വർഗീയ ചേരിതിരിവുണ്ടാക്കി ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വോട്ട് കൂടുതലായി CPM-ന് ശേഖരിക്കാമെന്നുള്ള ലക്ഷ്യമായിരുന്നു. യഥാർത്ഥത്തിൽ
സംഭവിക്കുന്നത് തിരിച്ചാണ്. ഇപ്പോൾ ത്രിപുരയാണെങ്കിലും ബംഗാളിലൊക്കെ ആണെങ്കിൽ പോലും അതേ അവസ്ഥ കേരളത്തിൽ CPM വരാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. CPM പകരം BJP വിജയിച്ചു കൊണ്ടിരിക്കുന്നു. BJPക്ക് വോട്ട് ലഭിക്കുന്നത് CPM വോട്ടിൽ നിന്നാണ്. ഇവർ ചെയ്യുന്ന ഈ എന്താ പറയുക, ഇപ്പോൾ പിന്നെ ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ പോലീസ് കോടതിയിൽ കൊടുക്കാനുള്ള അഫിഡവിറ്റ് റെഡിയാക്കി വെച്ചിട്ടാണ് CPM നേതാവിനോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പോയി പോരാളി ഷാജിക്കെതിരെ അതുപോലെ തന്നെ അമ്പാടി ബുക്ക് സഖാക്കൾക്കെതിരെ തള്ളി പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തുന്നു. ഇത് കൃത്യമാണ്. ഇത് CPM ഉന്നത തലത്തിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ കൂടി ഫലമാണ്. കൃത്യമായ അന്വേഷണം നടത്തണം, ഏതറ്റം വരെയും. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ഇവരിങ്ങനെ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളത്. ഇത് ലോക്കൽ പോലീസ് സ്റ്റേഷന്, വടകര SP, അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച്, ജില്ലാ കലക്ടറെ സമീപിക്കുന്നു. അങ്ങനെ നിരന്തരമായി പോലീസിനെ സമീപിച്ചിട്ടും നീതിന്യായ സംവിധാനങ്ങളെ സമീപിച്ചിട്ടും റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട്, മറുപടി ഇല്ലാത്തതുകൊണ്ട്, നീതി ലഭിക്കാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കാൻ മുഹമ്മദ് ഖാസിമും മുസ്ലിം ലീഗും തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കുറ്റകരമായ അനാസ്ഥയും CPM വേണ്ടി വിടുപണി ചെയ്യുന്ന സമീപനമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.